നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മെസ്സിയെ പോലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ മടങ്ങി വരവൊക്കെ അദ്ദേഹത്തിൻ്റെ ടീമിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ് കാണിക്കുന്നത്. മെസ്സി എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്. പറയുന്നത് കാസമിറോയാണ്. ലയണൽ മെസ്സി തൻ്റെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് റൊസാരിയോയിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങിയെത്തി ലീഗ്സ് കപ്പിൽ ഇന്ന് ലിയോണിനെതിരെ കളിക്കാൻ ഇറങ്ങുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിൽ കളിക്കാൻ ഇറങ്ങി. വളരെ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ലിയോ മെസ്സി പക്ഷേ തൻ്റെ ഉത്തരവാദിത്വം മറന്നില്ല. അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്ന കാഴ്ച. ഇതിനോടാണ് ഇപ്പോൾ ഇൻ്റർ മയാമിയുടെ ബ്രസീലിയൻ താരം കാസമിറോ പ്രതികരിച്ചിരിക്കുന്നത്. കളിക്ക് ശേഷം കാസമിറോ പറയുന്നു, ലയണൽ മെസ്സി ഒരു എക്സാമ്പിളാണ്, എല്ലാവർക്കും ഒരു മാതൃകയാണ്. എനിക്ക് ഉറപ്പാണ് ലയണൽ മെസ്സി വളരെ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അത് പ്ലെയേഴ്സിനോട് മാത്രമല്ല ഈ ക്ലബിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അത് തീർച്ചയായിട്ടും ഇൻക്രെഡിബിളാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മെസ്സി ചെയ്യുന്ന പോലെ മെസ്സിയെപ്പോലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക മെസ്സിയോട് നന്ദി പറയുക. അദ്ദേഹം ഇവിടെ എത്തി നമ്മോടൊപ്പം കളിക്കുന്നു എന്നുള്ളതിന് നമ്മൾ നന്ദി പറയുക എന്നാണ് ഇപ്പോൾ കാസമിറോ പറയുന്നത്. തീർച്ചയായിട്ടും കാസമിറോ ഇൻ്റർ മയാമിയിൽ എത്തിയതിന് ശേഷം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ലിയോ മെസ്സിയെക്കുറിച്ച് പറയാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്താനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാസമിറോ പറയുമ്പോൾ അതിന് വാല്യൂ കൂടും. കാരണം എന്താ അറിയോ, ഇന്ന് മോഡേൺ ഡേ ഗ്രേറ്റ്സ് നമ്മൾ പറയുന്ന മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, ഈ 3 പേരോടൊപ്പം കളിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ കാസമിറോ. ക്രിസ്ത്യാനോക്കൊപ്പം നീണ്ട കാലം അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ അങ്ങ് റയൽ മാഡ്രിഡിൽ. അതിനുശേഷം നമുക്കറിയാം നീണ്ട കാലമായിട്ട് നെയ്മർ ജൂനിയർക്കൊപ്പം അങ്ങ് ബ്രസീലിയൻ ദേശീയ ടീമിൽ. ഇപ്പോഴിതാ മെസ്സിക്കൊപ്പം വളരെ കുറഞ്ഞ നാളുകൾ മാത്രം ചിലവഴിച്ച കാസമിറോ പറയുന്നു, മെസ്സിയെപ്പോലൊന്ന് ഞാൻ വേറെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിലെന്ന്. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.